ലോകമെങ്ങുമുള്ള ഭൂരിഭാഗം ഇസ്ലാം മത വിശ്വാസികളും ഒരു ദിവസത്തെ റംസാൻ കാലത്തെ നോമ്പ് മുറിക്കുന്നത് ഈന്തപ്പഴം കഴിച്ചും വെള്ളം കുടിച്ചുമാണ്. അതുകൊണ്ട് തന്നെ നോയമ്പ് വിപണിയെ ലക്ഷ്യമാക്കി ഈന്തപ്പഴ വിപണിയും സജീവമായി കഴിഞ്ഞു. അലൈനിലെ അൽഫുവ ഈന്തപ്പഴ ഫാക്ടറിയിൽ ഇപ്പോൾ ടൺ കണക്കിന് ഈന്തപ്പഴമാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. ഈ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ അറേബ്യൻ സ്റ്റോറീസ് ഇനി കൊണ്ടുപോകുന്നത്. മൂന്ന് ഈന്തപ്പഴവും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചാൽ ഒരു ദിവസം ആരോഗ്യത്തോടെ ജീവിക്കാമെന്നാണ് പഴമക്കാർ പറയുന്നത്. വയറിനും പല്ലിനും ലൈംഗികാരോഗ്യത്തിനുമെല്ലാം ഔഷധമാണ് ഈന്തപ്പഴം. കൊളസ്ട്രോൾ തീരെയില്ലാത്ത ഈന്തപ്പഴത്തിൽ ശരീരത്തിനാവശ്യമായ സോഡിയവും മഗ്നീഷ്യവും ഇരുമ്പും കാൽസ്യവും തുടങ്ങിയ ലവണങ്ങളെല്ലാം ധാരാളമുണ്ട്. അറബ് നാടുകളിലാണ് ഈന്തപ്പനകൾ ധാരാളമുള്ളത്. ഇന്ത്യ അടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈന്തപ്പഴം എത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇറാഖ് അടക്കമുള്ള അറബ് നാടുകളിൽ നിന്നുമാണ്. റംസാൻ എടുത്തതോടെ ഈന്തപ്പഴ വിപണി ഏറെ സജീവമായി കഴിഞ്ഞു. പ്രവാചകന്റെ കാലം മുതൽ നോമ്പുതുറയ്ക്ക് ഈന്തപ്പഴമാണ് ഉപയോഗിക്കുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള വിശ്വാസികൾ ഈ നബിചര്യ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഡേറ്റ്സ് നമ്മുടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് റമദാൻ ടൈമിലാണ്. റമദാന് വിശന്നു വലഞ്ഞ് എസ്പെഷ്യലി ഇപ്പോഴത്തെ കഠിനമായ ചൂടും ആ കാലഘട്ടത്തിൽ ഡേറ്റ്സ് ഒരു 3 ഡേറ്റ്സും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാം. നോമ്പ് തുറ കഴിഞ്ഞ് പിന്നെ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറാകുമ്പോഴേക്കും അത് ദഹിച്ച് നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ആവും. ഇത്രയും മെഡിക്കൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് വേറെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഡേറ്റ്സ് എല്ലാ ദിവസവും അതിൻ്റെ വാല്യൂവും അതിൻ്റെ വോള്യൂം കൂടിക്കൊണ്ടിരിക്കുകയാണ്. UAE അലൈനിലുള്ള ഈന്തപ്പഴ ഫാക്ടറിയായ അൽഫവ എമിറേറ്റ്സ് ഡേറ്റ്സ് ഫാക്ടറിയിൽ റംസാൻ വിപണി ലക്ഷ്യമാക്കിയുള്ള തിരക്കാണ് ഇപ്പോൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈന്തപ്പഴ ഫാക്ടറിയാണ് അൽഫവയ്ക്കുള്ളത്. വർഷം 3.5 ലക്ഷം ടൺ ഈന്തപ്പഴം ഇവിടെ നിന്ന് വിവിധ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നു. അബുദാബി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സെനാത്ത് വ്യവസായ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അൽഫവ ഈന്തപ്പഴ ഫാക്ടറി. ഇന്ത്യയിലേക്ക് മാത്രം ഒരു വർഷം 3.5 ലക്ഷം ടൺ ഈന്തപ്പഴം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. ഈന്തപ്പഴത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഇന്ത്യക്കാരാണെന്ന് അൽഫവയുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡയറക്ടർ പള്ളിയാനി നന്ദകുമാർ പറഞ്ഞു. റീറ്റെയിൽ സെഗ്മെന്റ് മാത്രം 10,000 ടൺ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. ബൾക്ക് സെഗ്മെൻറ്റ് ഒരു 10,000 ടൺ, ഏകദേശം 20,000 ടൺ ഡേറ്റ്സ് ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. അതിൽ ഏകദേശം 5,000 to 6,000 ടൺ പോകുന്നത് കേരളത്തിലേക്കാണ്. കേരളമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ്. പിന്നെ കേരളത്തിലെ ആൾക്കാർക്ക് വളരെ ഹൈജീനിക്കാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഡേറ്റ്സിനെ കുറിച്ച് നല്ല അവയർനെസ് ഉണ്ട്. ഇവിടുത്തെ സൗദി അറേബ്യയിലും ഇവിടെയൊക്കെ കണ്ട് നമ്മുടെ ഡേറ്റ്സ് കണ്ടിട്ട് അവർ ഫെമിലിയറാണ്. അപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുക, പറഞ്ഞമാർ ഡേറ്റ് ക്രൗൺ തരാനാണ് പറയുക, ഡേറ്റ്സ് തരാനല്ല പറയുക. ഇപ്പോൾ 100 തരത്തിൽ പരം നിറത്തിലും ഗുണത്തിലും വലിപ്പത്തിലുമുള്ള ഈന്തപ്പഴങ്ങൾ വിപണിയിലെത്തുന്നു. ഇതിൽ സൗദിയിലെ മദീനയിൽ മാത്രം വിളയുന്ന അജുവ ഏറെ മേന്മയുള്ളതാണ്. കിലോയ്ക്ക് 150 ദിർഹത്തിനടുത്താണ് ഇതിന്റെ വില. ഏറ്റവും വിലക്കുറവുള്ളത് സായർ വിഭാഗത്തിലെ ഈന്തപ്പഴം. വെറും 2 ദിർഹമാണ് ഇതിന്റെ വില. കഴിഞ്ഞ വർഷം ശേഖരിച്ചു വെച്ച ഈന്തപ്പഴങ്ങളാണ് റംസാൻ വിൽപ്പനയ്ക്കായി കമ്പനി ഒരുക്കുന്നത്. KNC, ലുലു, റസീസ്, ക്ലാസ്, ഖുദ്രി, ബുമാൻ, ഫർദ്, സബ്ബാസ് അങ്ങനെ ഗുണവും രുചിയും വേറിട്ട് ഈന്തപ്പഴങ്ങളുടെ വലിയ നിര തന്നെയുണ്ട്. ഈന്തപ്പഴമായി മാത്രമല്ല സിറപ്പ്, ജ്യൂസ്, ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ അങ്ങനെ ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കിയ നിരവധി ഉൽപ്പന്നങ്ങളും അലൈനിലെ അൽഫവ നിർമ്മിച്ചു വിതരണം ചെയ്യുന്നു. മൂന്ന് സ്റ്റേജാണ് ഡേറ്റ്സിന്. ആദ്യം ബിസർ, റോത്തപ്പ്, തമർ. ആ ബിസർ എന്ന് പറയുന്നത് ആ റോ ടൈപ്പ് മഞ്ഞ നിറത്തില്ല. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുക്കുക. നമ്മുടെ നാട്ടിൽ നീരാന്നൊക്കെ പറയില്ലേ, അതുമാതിരി ബിസർ ജ്യൂസ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രിങ്ക് ആണ്. അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ 3 ദിവസം ഷെൽഫ് ലൈഫിലുള്ളൂ. അത് പെട്ടെന്ന് ആൽക്കഹോൾ കണ്ടന്റ് ഇതിൽ വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആൽക്കഹോളായി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
ഫ്രിഡ്ജിൽ വെക്കണം. അതിനപ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാസ്ചറൈസ് ചെയ്തിട്ട് അതൊരു ഡ്രിങ്ക് ആക്കി മാറ്റാൻ നോക്കുകയാണ് ഇപ്പോൾ. തോട്ടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഈന്തപ്പഴം വൃത്തിയാക്കാൻ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുള്ള ഏക ഫാക്ടറിയാണെന്ന അവകാശവാദവും അൽഫവയ്ക്കുണ്ട്. 12 മാസവും 24 മണിക്കൂർ പണിയുള്ള ഈ ഫാക്ടറിയിൽ നിരവധി മലയാളികളും പണിയെടുക്കുന്നു. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ 44 രാജ്യങ്ങളിലേക്ക് അൽഫവയുടെ ഈന്തപ്പഴങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും യുഎയിലും ഡേറ്റ് ക്രൗൺ എന്ന പേരിലാണ് അൽഫവയുടെ ഈന്തപ്പഴങ്ങൾ വിൽപ്പനയ്ക്കെത്തുന്നത്. മുന്തിയ ഭക്ഷണ ബ്രാൻഡുകൾക്ക് വേണ്ടി ചായയിലും കാപ്പിയിലും ഉപയോഗിക്കാൻ ഈന്തപ്പഴത്തിൽ നിന്നുള്ള പഞ്ചസാര ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി ഇപ്പോൾ. വന്നു